ഇന്ത്യൻ സിനിമ അതിൻ്റെ പ്രാദേശിക അതിർവരമ്പുകൾ ഭേദിച്ച് ലോക നിലവാരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എസ് രാജമൗലി എന്ന സംവിധായകൻ ബാഹുബലി, RRR തുടങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിലൂടെ ഈ മാറ്റത്തിന് നേതൃത്വം നൽകി. ഈ ഒരു പശ്ചാത്തലത്തിൽ മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച നടനും സംവിധായകനും നിർമ്മാതാവുമായ പൃഥ്വിരാജ് സുകുമാരൻ രാജമൗലിയുടെ അടുത്ത ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന വാർത്ത ഇന്ത്യൻ സിനിമാ ലോകത്ത് ഒരു വലിയ ആവേശമായിരുന്നു സൃഷ്ടിച്ചത്. മഹേഷ് ബാബു നായകനാകുന്ന താൽക്കാലികമായി SSMB 29 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം പൃഥ്വിരാജിൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യാന്തര ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്നു. രാജമൗലി ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് കുംഭ എന്നാണ്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ റോബോട്ടിക് വീൽചെയറിൽ ഇരിക്കുന്ന ദുരൂഹതയും ക്രൗര്യവും നിറഞ്ഞ രൂപമാണ് കുംഭയ്ക്ക് നൽകിയിരിക്കുന്നത്. കുംഭയെ ദുഷ്ടനും ക്രൂരനും ശക്തനുമായ വില്ലൻ എന്നാണ് രാജമൗലി വിശേഷിപ്പിച്ചത്. ഒരു ഭ്രാന്തൻ ശാസ്ത്രജ്ഞൻ്റെയോ ലോകം നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പ്രതിനായകൻ്റെയോ സ്വഭാവമാണ് ഈ കഥാപാത്രത്തിന് നൽകിയിരിക്കുന്നത്. പൃഥ്വിരാജ് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുംഭയെക്കുറിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ഇതുവരെ അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ കഥാപാത്രം. എൻ്റെ പരിമിതികളെ നിരന്തരം പരീക്ഷിക്കുന്ന ഒരു ലോകം ഒരുക്കിയ രാജമൗലി സാറിന് നന്ദി. ഒരു നടനെന്ന നിലയിൽ പൃഥ്വിരാജ് കരിയറിൽ പലപ്പോഴും നെഗറ്റീവ് ഷെയ്ഡുകളുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ രാജമൗലി ചിത്രത്തിലെ കുംഭ എന്നത് കേവലം ഒരു പരമ്പരാഗത വില്ലൻ വേഷമല്ല, മറിച്ച് സാങ്കേതിക മികവും ലോകം ചുറ്റുന്ന നായകന് വെല്ലുവിളി ഉയർത്തുന്ന ബുദ്ധിയും ശക്തിയുമുള്ള ഒരു പ്രതിനായകനായിരിക്കും. റോബോട്ടിക് വീൽചെയറിൻ്റെ സഹായത്തോടെയുള്ള കുംഭയുടെ ശരീരം ചലനങ്ങളിലും ആംഗ്യങ്ങളിലും സൂക്ഷ്മാഭിനയത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. പൃഥ്വിരാജിൻ്റെ തീവ്രമായ ഭാവങ്ങളും സംഭാഷണത്തിലെ തീക്ഷണതയും ഈ കഥാപാത്രത്തെ കൂടുതൽ ശക്തമാക്കിയേക്കാം. ആദ്യ ഷോട്ടിന് ശേഷം രാജമൗലി പൃഥ്വിരാജിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഈ കൂട്ടുകെട്ടിൻ്റെ ശക്തി വിളിച്ചോതുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് താങ്കളെന്ന് ഞാൻ പറഞ്ഞു. രാജമൗലിയെപ്പോലെ ഒരു സംവിധായകൻ നൽകുന്ന ഈ അംഗീകാരം പൃഥ്വിരാജ് എന്ന നടൻ്റെ പ്രകടന മികവിനുള്ള സാക്ഷ്യമായിരിക്കും. മലയാള സിനിമാ ലോകത്തിൻ്റെ പ്രതീക്ഷ മലയാളത്തിൽ നിന്ന് ഒരു നടൻ രാജമൗലിയുടെ ചിത്രത്തിൽ പ്രധാന വില്ലൻ വേഷം ചെയ്യുന്നു എന്നതാണ്. ഒരു അഭിനേതാവ് എന്നതിലുപരി പൃഥ്വിരാജ് ഒരു സമർത്ഥനായ സിനിമാ നിർമ്മാതാവും സംവിധായകനുമാണ്. രാജമൗലിയെപ്പോലെ ഒരാളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിർമ്മാണ രീതികളെയും വിപണന തന്ത്രങ്ങളെയും സിനിമയുടെ സാങ്കേതിക മികവിനെയും കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവസരം നൽകും. ഈ അനുഭവങ്ങൾ അദ്ദേഹം മലയാള സിനിമയിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ അത് കേരളത്തിലെ സിനിമാ വ്യവസായത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യും. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ഭാവി പ്രൊജക്റ്റുകളിൽ ഈ രാജകീയ സഹകരണം സ്വാധീനം ചെലുത്താൻ സാധ്യതയും കാണുന്നു. രാജമൗലിയുടെ സംവിധാനത്തിൽ മഹേഷ് ബാബുവിനൊപ്പം പൃഥ്വിരാജ് സുകുമാരൻ പ്രധാന വില്ലനായി അണിനിരക്കുന്ന SSMB 29 എന്നത് ഒരു സിനിമ എന്നതിലുപരി ഇന്ത്യൻ സിനിമയുടെ അതിർവരമ്പുകൾ തകർക്കുന്ന ഒരു സാംസ്കാരിക വിനിമയം കൂടിയാണ്. കുംഭ എന്ന ശക്തമായ പ്രതിനായകനിലൂടെ പൃഥ്വിരാജ് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ രാജ്യാന്തര അംഗീകാരത്തിനായി തയ്യാറെടുക്കുന്നു. ഈ സഹകരണം പൃഥ്വിരാജ് എന്ന നടനെ ദേശീയ തലത്തിൽ കൂടുതൽ പ്രശസ്തി നേടിക്കൊടുക്കുകയും മലയാള സിനിമയുടെ സാധ്യതകൾക്ക് പുതിയ വാതിൽ തുറക്കുകയും ചെയ്യും. മഹത്തായ ഈ കൂട്ടുകെട്ടിനായുള്ള ആകാംക്ഷയോടുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ.